പ്രിയ സ്നേഹിതരെ, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. കാലം മാറുന്നു, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും മാറുന്നു, ദിനംപ്രതി മാർക്കറ്റ് മാറുന്നു. ഈ മാറ്റങ്ങളെ വിശാല മനസ്സോടെ സ്വീകരിച്ചും അതിൽ ധൈര്യപൂർവ്വം മുന്നിൽ നിന്നുകൊണ്ടും മാത്രമേ ഒരു ബിസിനസ് വിജയിക്കൂ. അതിൻ്റെ പേരാണ് ഇന്നോവേഷൻ, അഥവാ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പുതുമ കൊണ്ടുവരിക എന്നത്. അപ്പോൾ പലരും ചോദിക്കും, വൈ ഇന്നോവേഷൻ? അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ: ഇന്നോവേറ്റ് ഓർ ഡൈ. പുതുമ വരുത്താത്തവർ ഇല്ലാതാകും. ഒരു ബിസിനസ് ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായി മാത്രം എടുത്താൽ തീർച്ചയായും അത് നാളെ പഴയ കഥയായി തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നവരാണ് വിപണിയിലെ നേതാക്കളെന്ന്. ശരിയല്ലേ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് പ്രോബ്ലംസ്, അഥവാ പ്രശ്നങ്ങൾ തന്നെ അവസരങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രശ്നം കണ്ടാൽ പരാതി പറയരുത്, പകരം പുതിയ പരിഹാരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതാണ് ഇന്നോവേഷൻ. പ്രശ്നം പ്ലസ് പരിഹാരം ഈക്വൽ ടു പുതിയ ബിസിനസ് അവസരം എന്ന സമവാക്യമാകണം നമ്മുടെ ആശയം. അങ്ങനെ വന്നാൽ എല്ലാവരും വിജയിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്നത്. സക്സസ് ഈസ് നെവർ ഓൺഡ്, ഇറ്റ് ഈസ് റെൻഡേഡ് ആൻഡ് റെൻഡ് ഈസ് ഡ്യൂ എവറി ഡേ. വിജയം സ്വന്തമാക്കുന്നതല്ല, അത് പ്രതിദിനം പുതുക്കി പിടിക്കേണ്ടതാണ് എന്നാണ് ലോക പ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധന്മാർ എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതായത് ഒരു ഉൽപ്പന്നം ഒരിക്കൽ വിജയിച്ചാൽ മാത്രം പോരാ, അതിൽ ഓരോ ദിവസവും ചെറുതെങ്കിലും മെച്ചപ്പെടുത്താൻ വേണം. അതാണ് ബിസിനസ്സിനെ കാലാതീതമാക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ നേരിടേണ്ട കാര്യമാണ് ഫിയർ വേഴ്സസ് ക്രിയേറ്റിവിറ്റി എന്നത്. ഡോണ്ട് ബി അഫ്രൈഡ് ടു ഗിവ് അപ്പ് ദ ഗുഡ് ടു ഗോ ഫോർ ദ ഗ്രേറ്റ്. നല്ലത് ഉപേക്ഷിക്കാൻ പേടിക്കരുത്, മികച്ചതിനായി പോവുക എന്ന്. മിക്കവാറും ഭയം തന്നെയാണ് പുതുമയായി തടയുന്നത്. പക്ഷേ പുതിയത് പരീക്ഷിക്കുന്ന ധൈര്യമാണ് വലിയ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നത് എന്നത് തീർച്ചയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ഡ്രിവൺ ഇന്നോവേഷൻ, fall in love with the problem, not the solution. പരിഹാരത്തിലല്ല, പ്രശ്നത്തിലാണ് മനസ്സ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടാകും? ഉപഭോക്താക്കളുടെ ആവശ്യം മനസ്സിലാക്കുക, അവിടെ പ്രശ്നങ്ങൾ കേൾക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയകരമായ പുതുമകൾ ജനിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഓരോ ബിസിനസ്സുകാരനും എത്തുമ്പോഴാണ് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഏത് ബിസിനസ്സിലും സ്ഥിരത വേണം, പക്ഷേ അതിനോടൊപ്പം പുതുമയും വേണം. പഴയ രീതികളിൽ കുടുങ്ങിയാൽ നമ്മളെപ്പോഴും പിന്നിലാകും. മാറ്റത്തെ സ്വീകരിക്കുന്നവർ മാത്രമേ മുന്നിലെത്തൂ. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം: വി വിൽ ഇന്നോവേറ്റ്, ഇംപ്രൂവ് ആൻഡ് ഇൻസ്പയർ ദ വേൾഡ് ത്രൂ അവർ ബിസിനസ്. നന്ദി, നമസ്കാരം.